ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൂടി ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ഇത്രയും നാളായിട്ടും UK വന്നിട്ട് ഇതുവരെ ലണ്ടൻ പോയിട്ടില്ല. ആദ്യമായിട്ടാണ് ലണ്ടൻ പോകുന്നത്. ഞങ്ങൾ ട്രെയിനാട്ടോ പോയത്. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 1 hour ഉള്ളൂ ലണ്ടനിലോട്ട്. ലണ്ടൻ യൂസ്റ്റണിലാണ് ഇറങ്ങിയത്. ചെന്നിറങ്ങി കണ്ടപ്പോഴേ ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്സൊക്കെ കണ്ടു. ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെ കഴിഞ്ഞും നല്ല ക്രൗഡഡും വലിയൊരു സ്ഥലമാണ് ആക്ച്വലി ലണ്ടൻ. പിന്നെ ഈ ആനകൾ ഇങ്ങനത്തെ കുറേ സ്റ്റാച്യൂസൊക്കെ അവിടെ ഉണ്ട്. ഈ ആനകളെയൊക്കെ ഇങ്ങനെ റെസ്ക്യൂ ചെയ്തുകൊണ്ട് വന്നതിൻ്റെ ആ ഒരു മോണമെൻ്റ് ആയിട്ട് വെച്ചേക്കുന്നതാണ്. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഒട്ടും പ്ലാൻഡായിട്ട് പോയൊരു ട്രിപ്പല്ല, പെട്ടെന്ന് എടുത്തൊരു തീരുമാനത്തിൽ പോയതാണ്. യൂസ്റ്റണിൽ നിന്ന് ആദ്യം ട്രെയിൻ ഇറങ്ങിപ്പോയത് ഷോഡിച്ചിലോട്ടാട്ടോ. അത് ശരിക്കൊരു ബിസിനസ് ഒരു സ്ഥലം പോലെ തോന്നി. ഒരുപാട് ഓഫീസിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ നടന്നും സൈക്കിളിനും ഒക്കെ ഭയങ്കര തിരക്ക് പിടിച്ച് രാവിലത്തെ അവരുടെ ആ ഓഫീസിലേക്ക് പോകുന്ന ആ ഒരു സംഭവം കാണാൻ പറ്റി. ഞങ്ങൾ അത്ര നേരത്തെയാണ് ലണ്ടനിൽ എത്തിയത്. അപ്പോൾ അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നൊരു ബ്രിക്ക് ലൈൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെത്തി. അവിടെ ഇതുപോലെ ഈ വോൾസിലൊക്കെ, അതായത് ബ്രിക്സ് കൊണ്ടുള്ള വോളാണ്, അവിടെ ഇങ്ങനെ കുറേ ആർട്ട് വർക്ക്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ലണ്ടനിൽ മാത്രം കാണുന്ന ഒരു റെഡ് ബസ് കണ്ടു. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഏറ്റവും അത്ഭുതമായിട്ട് തോന്നിയതും നമ്മുടെ ഈ ഒരു ലണ്ടൻ ടവർ ബ്രിഡ്ജ് ഇങ്ങനെ സ്പ്ലിറ്റായി മേളിലേക്ക് ഇങ്ങനെ കണ്ടതാണ് കേട്ടോ. ഈ ടവർ ബ്രിഡ്ജ് ഇങ്ങനെ പൊങ്ങിയത് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമാണ് തോന്നിയത്. ഞാൻ TV-യിലും ആരുടെയെങ്കിലും ട്രാവൽ വ്ളോഗിലൊക്കെ മാത്രമാണ് ഈ ഒരു സംഭവം കണ്ടിട്ടുള്ളൂ. ഇതെപ്പോഴും ഇങ്ങനെ പൊങ്ങില്ല. ഇതിൻ്റെ ഹൈറ്റിൽ വരുന്ന വലിയ കപ്പലുകളും ബോട്ടുകളോ അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു പായ്ക്കപ്പൽ പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ ഓപ്പൺ ആക്കിയത്. ഇത് ശരിക്കും ചെറിയൊരു കപ്പലാണ്, പക്ഷെ ഇതിൻ്റെ ഹൈറ്റ് ഈ പാലത്തിനെ കഴിഞ്ഞും വലുതായതുകൊണ്ട് അവർ ആ പാലം ഓപ്പൺ ആക്കിയതാണ്. ഞങ്ങൾ ശരിക്കും ഈ പാലത്തിൻ്റെ നടുക്ക് നിൽക്കായിരുന്നു. അപ്പോഴത്തേനും അവിടുത്തെ സെക്യൂരിറ്റി ഓഫീസേഴ്സ് പറഞ്ഞു പെട്ടെന്ന് മൂവ് ചെയ്യണമെന്ന്. അപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലായില്ല ശരിക്കും ഈ പാലം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന്. എല്ലാവരും ഇത് കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവിടെ നിന്ന് എല്ലാവരും തന്നെ ഫോണിലും ഒക്കെ വീഡിയോസൊക്കെ എടുക്കണ്ടായിരുന്നു. ഇത് ശരിക്കും ഞാൻ നേരത്തെയൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. പക്ഷേ ഇതല്ല ലണ്ടൻ ബ്രിഡ്ജ്. ഇതിനകത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ലണ്ടൻ ബ്രിഡ്ജ്. അതിൻ്റെ വീഡിയോ എനിക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് ഫുഡൊക്കെ കഴിച്ച് ബിഗ് ബെൻ കാണാൻ പോയി. ഇത് ശരിക്കും അവിടുത്തെ ലെജിസ്ലേറ്റീവ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങും കൂടി ആട്ടോ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ലണ്ടൻ ഐയും കൂടി ഉള്ളത്. സ്ട്രീറ്റിൽ കൂടെയൊക്കെ നടന്നു, കുറേ ആൾക്കാരെയൊക്കെ കണ്ടു, പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ പോയത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോയത് ബക്കിംഗ്ഹാം പാലസിലാണ്. ഞങ്ങൾ പാലസിലേക്ക് നടന്നടുത്തപ്പോഴേ കേൾക്കുന്നത് ഈ ഒരു കുതിരകളുടെ ഈ ഒരു കുളമ്പടിയായിരുന്നു. അപ്പോഴത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര സ്പീഡിൽ നടന്നു വന്നതാണ്. പക്ഷേ ഇത് ചേഞ്ച് ഓഫ് ഗാർഡ്സ് എന്നാണ് പറയുന്നത്. ഇത് അവർ പാലസിലേക്ക് തിരിച്ചു പോകുന്നതാണ് കണ്ടത്. അതായത് ഒരു ഷിഫ്റ്റിലുള്ള ഈ ഒരു റോയൽ ഗാർഡ്സ് നെക്സ്റ്റ് ഷിഫ്റ്റിലേക്കുള്ള ആൾക്കാർക്ക് ഇങ്ങനെ ഷിഫ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ മാർച്ച് ചെയ്ത് തിരിച്ച് പാലസിലേക്ക് പോകുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത്. പക്ഷെ അത് തന്നെ കാണാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ പറ്റിയത് കൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര കൂടുതലായിരുന്നു. ഇത് മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ 11 o'clock മാത്രമേ ഉള്ളൂ. പിന്നെ ഈ മാർച്ച് ഇങ്ങനെ നടത്തുമ്പോൾ സ്ട്രിക്ട്ലി ആൾക്കാരെ 2 സൈഡിലുമായിട്ട് ട്രാഫിക്കൊക്കെ കൺട്രോൾ ചെയ്താണ് ഇവിടുത്തെ ഓഫീസേഴ്സ് ഇതൊക്കെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ സാക്ഷാൽ ബക്കിംഗ്ഹാം പാലസ്. നല്ല തിരക്കായിരുന്നു. ഇന്ന് സമ്മറും കൂടി ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റ് ആൾക്കാരുണ്ടായിരുന്നു, പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ. പിന്നെ ഇവിടുത്തെ ഫ്ലാഗിനൊരു പ്രത്യേകത ഉണ്ട്. ഇപ്പോൾ പാലസിൽ കിങ് ഉണ്ടെങ്കിൽ അവിടെ റോയൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന ഒരു ഫ്ലാഗ് ആയിരിക്കും പറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ കിങ് ഇല്ല, അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന UK ഫ്ലാഗ് തന്നെ. അപ്പം ഞങ്ങൾ പോയ ദിവസം അവിടെ കിങ് ഉണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ വിക്ടോറിയ മെമ്മോറിയൽ എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാച്യു. അതൊരു മോണമെൻ്റ് അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ആൾക്കാർ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പോയത് ബോറോ മാർക്കറ്റിലാണ്. ഈ ഒരു സംഭവം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ബോറോ മാർക്കറ്റിൻ്റെ എൻട്രൻസ് തൊട്ടിട്ട് ഈ കട വരെ വലിയൊരു ക്യൂ ആയിരുന്നു ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. പ്രോൺസ് ഐറ്റംസ് ആണ് കൂടുതൽ. പ്രോൺസ്, ടൈഗർ പ്രോൺസ്, പിന്നെ നമ്മുടെ ലോബ്സ്റ്റർ, ഓയിസ്റ്റർ, പിന്നെ റൈസും ചിക്കനൊക്കെ ഇട്ടിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സംഭവം. ഞങ്ങൾ ശരിക്കും ഇതെന്താണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ലോബ്സ്റ്റർ മാത്രമാണ് ട്രൈ ചെയ്തത്. പക്ഷേ അത് ഫുൾ കഴിക്കായിരുന്നു എന്ന് പിന്നെ തോന്നി. അത്ര ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു.
ബോറോ മാർക്കറ്റ് ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു. പക്ഷേ അവിടെ വന്നത് ഒരുപാട് ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റി. ഈ ഒരു സ്ട്രോബെറി ചോക്ലേറ്റിൻ്റെ ഈ ഒരു സ്പെഷ്യൽ സാധനം കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് ട്രെയിൻ കയറി വീട്ടിലെത്തി. പക്ഷേ നല്ല മെമ്മറബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു, അടിപൊളിയായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.